ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പുകാലം അവസാന ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഈശോയുടെ സ്വർഗാരോഹണ വിവരണമാണ് നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ഉത്ഥാനത്തിന് ശേഷം ഒരല്പസമയം കൂടി ഈശോ ഈ ലോകത്തിൽ തുടരാൻ തിരുമനസ്സായി. കാരണം ഉത്ഥാന രഹസ്യം ശ്ലീഹന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. പരാജിതനായി മരിച്ചു മണ്ണടിഞ്ഞവനെയല്ല, ഉയർത്തെഴുന്നേറ്റവനും അനുഗ്രഹിക്കുന്ന കരങ്ങളാൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തവനുമായ മിശിഹായെയാണ് അവർ പ്രഘോഷിക്കേണ്ടത്. ആദ്യ പ്രസംഗത്തിനായി പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റു നിന്നപ്പോൾ അവരുടെ ആത്മവിശ്വാസവും ഇതുതന്നെയായിരുന്നു: ഈശോയെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. തിരുവചനം ഗ്രഹിക്കാൻ തക്കവിധം ശ്ലീഹന്മാരുടെ മനസ്സ് അവൻ തുറന്നു. മിശിഹായിലൂടെ നിറവേറ്റപ്പെടേണ്ടവയെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരുന്നു എന്നത് അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവണം. അവനെക്കുറിച്ച് മുൻകൂട്ടി പറയപ്പെട്ടതിൻ്റെ എല്ലാം മർമ്മം ഇതായിരുന്നു: മിശിഹ സഹിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ഏശയ്യാ ദീർഘദർശി പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലെത്തുന്നു: സഹനദാസനാണ് അവിടുന്ന്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. സഹിച്ചുകൊണ്ട് അവൻ തനിക്ക് ശേഷം സഹിക്കാനുള്ളവരെയെല്ലാം ബലപ്പെടുത്തി. സാധിക്കുമെങ്കിൽ സഹന നേരത്ത് സ്വർഗത്തെ മുന്നിൽ കാണണം. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: സ്വർഗം മുന്നിൽ കണ്ടാൽ ഈ ലോകത്തിലെ ഏറ്റവും ദുരിതം നിറഞ്ഞ സഹനം പോലും അസൗകര്യങ്ങൾ നിറഞ്ഞ സത്രത്തിൽ ചെലവഴിച്ച ഒരു രാത്രിയേക്കാൾ വലുതായി തോന്നുകയില്ല. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. വചനത്താൽ ഒരുക്കപ്പെട്ട ശ്ലീഹന്മാരുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. റൂഹ സഭയിൽ സജീവമാകും. അന്നിങ്ങനെ സംഭവിക്കും: എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ജോയൽ പ്രവാചകന്റെ പ്രവചനം നിറവേറ്റപ്പെടുകയാണ്. ഒന്നാലോചിച്ചാൽ, പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ആരാണ് ധൈര്യപ്പെടുക? റൂഹ വന്നു നിറയുമ്പോഴാണ് അവിടുന്ന് തന്ന നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമായി തോന്നുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? വേദപാരംഗതനായി വിശുദ്ധ ബെർണാർഡ് പറയുന്നു: പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ചുംബനമാണ്. അവിടുന്ന് ആത്മാവിനെ തൊടുമ്പോൾ ഒരു കാലത്ത് വിരസമായിരുന്നതെല്ലാം അത്യാകർഷകമായി മാറുന്നു. ഒരിക്കൽ ഭാരമായിരുന്നതെല്ലാം ലഘുവായി മാറുകയും ചെയ്യുന്നു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. ഈശോയെ ശിഷ്യന്മാർ അവസാനമായി കണ്ടത് അനുഗ്രഹിക്കുന്ന കരങ്ങളോടെയാണ് എന്നതാണ് വിശുദ്ധ ലൂക്കായുടെ സാക്ഷ്യം. അനുഗ്രഹിച്ചു മറയുന്നതിന് പല മുൻകുറികൾ പഴയ നിയമത്തിലുണ്ട്. ഇസഹാക്കും യാക്കോബും മോശയും മരണത്താൽ വേർപിരിയുമ്പോൾ പിൻഗാമികളെ അനുഗ്രഹിക്കാൻ മറക്കുന്നില്ല. എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് വെറുമൊരു ആശീർവാദം അല്ല എന്നും, കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുന്നത് പൗരോഹിത്യ ആശീർവാദത്തിന് സമമാണ് എന്നുമാണ് വേദ പണ്ഡിത മതം. പുരോഹിതനെടുത്ത ആശീർവാദം നൽകാൻ അഹറോനും ശിമയോനും കൈകൾ ഉയർത്തിയെന്ന് വേദപുസ്തകത്തിൽ സൂചനകൾ ഉണ്ട്. സഭാപിതാവായ മാർ അപ്രേം അർത്ഥസമ്പുഷ്ടമായ മറ്റൊരു വ്യാഖ്യാനം ഈ തിരുവചനത്തിന് നൽകുന്നുണ്ട്. കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ തൻ്റെ പൗരോഹിത്യവും പരിശുദ്ധാത്മാവിനെയും അപ്പസ്തോലന്മാർക്ക് നൽകി. വേർപിരിയലുകളെല്ലാം അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാക്കണം. അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നാം. വീട് വിട്ടിറങ്ങുമ്പോൾ മാതാപിതാക്കളുടെ അനുഗ്രഹം തേടണം. അറിവ് നേടി പടിയിറങ്ങുമ്പോൾ ഗുരുഭൂതരുടെ അനുഗ്രഹം ഉണ്ടാവണം. ജീവിതത്തിലെ എല്ലാ പ്രധാന വഴിത്തിരിവുകളിലും പൗരോഹിത്യ ആശീർവാദത്തിൻ്റെ മുദ്രയാൽ അടയാളപ്പെടുത്തണം. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തവൻ്റെ കരമാണ് ഇവിടെയെല്ലാം നമ്മെ തൊടുന്നത്. അനുഗ്രഹിച്ചും അനുഗ്രഹം നേടിയുമല്ലാതെ ഒരിടത്തു നിന്നും യാത്ര പറയരുത്. തൻ്റെ മരണത്തിൽ മനം നൊന്തുപോയ ശ്ലീഹന്മാരെ ബഥാനിയായിൽ വെച്ചുള്ള സ്വർഗാരോഹണത്തിൻ്റെ ദൃക്സാക്ഷികളായി തീർത്തുകൊണ്ട് ഈശോ ബലപ്പെടുത്തി. അകലങ്ങളിലേക്ക് എവിടെയോ മാഞ്ഞു പോയതോ ആകാശമണ്ഡലത്തിലേക്ക് അവിടുന്ന് പ്രവേശിച്ചതോ അല്ല സ്വർഗാരോഹണം. ദൈവിക മേഖലയിലേക്ക് അവിടുന്ന് കരേറിയെന്നും
ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്നും മനസ്സിലാക്കിയാൽ മതിയാവും. ഇനി മുതൽ അവിടുന്ന് നമുക്ക് കൂടുതൽ സമീപസ്ഥനാണ്. ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ എന്നതിനേക്കാൾ അടുത്ത് നമ്മോട് കൂടെയും നമ്മുടെ ഉള്ളിലും നമ്മുടെ ഇടയിലും അവനുണ്ടാകും. സ്വർഗാരോഹണം അവിടുത്തെ എല്ലാവർക്കും സമീപസ്ഥനാക്കി തീർത്തു. സ്വർഗത്തിലേക്ക് ഉയർന്നതുവഴി അവിടുന്ന് നമ്മുടെ പക്കലേക്ക് വന്നു. ആമേൻ.